എന്താ അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം അങ്ങനെ പറഞ്ഞത് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടേ. ഇപ്പൊ യാതൊരു ലെവലും ചില ആൾക്കാർക്കില്ലേ, ഒരു പെണ്ണിനെ എന്ത് ചെയ്ത് നിക്കാഹ് തീരുമാനിച്ചു നിൽക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കണ്ട് പറ്റി, എന്നാ പിന്നെ തുടങ്ങും അവരൊക്കെ അങ്ങനെ സംസാരിക്കല്. അങ്ങനെ യാതൊരു ലെവലിൽ ഞാൻ സംസാരിക്കുക, ടെലിഫോൺ കൂടിയും അങ്ങനെ ഇനിയൊക്കെ സംസാരിക്കുക, ഒരു ലെവലില്ലാത്ത സംസാരം ഹറാമാണുള്ളത്. ഒരു അന്യ സ്ത്രീയല്ലേ നിക്കാഹ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അത് അന്യ പെണ്ണോട് സംസാരിക്കാൻ പാടില്ല. വികാരത്തോടു കൂടി സംസാരിക്കാൻ പ്രത്യേകിച്ചും പാടില്ലാത്ത വിഷയമാണ്. അതേ സമയത്ത് അത് നിക്കാഹി കഴിഞ്ഞിട്ടാണെങ്കിലോ, അവൾക്ക് സംസാരിക്കാം. അപ്പൊ നിക്കാഹി കഴിയാണെങ്കിൽ ഇപ്പൊ എന്തെല്ലാം വേണല്ലേ, നിക്കാഹിന് എന്തെല്ലാം നിബന്ധനകളുണ്ട്. ഷാഫി മദ്ഹബ് അനുസരിച്ച് എന്തെല്ലാം നിബന്ധന ഉണ്ട്? ആരായിട്ട് സാക്ഷിയോട് വേണം. പക്ഷെ ഹംബലി മദ്ഹബ് അനുസരിച്ച് എന്ത് വേണ്ട, നിക്കാഹ് സഹീഹ അതായിരിക്കാം ഇയാൾ പറഞ്ഞ. എനിക്കറിയില്ല കേട്ടോ, ഞാൻ അദ്ദേഹത്തോട് ആ വിഷയത്തിൽ നേരിട്ട് ചോദിക്കണം, എന്നാലേ അതിനെ പറ്റി അറിയുള്ളൂ. ഹംബലി അല്ല, മാലിക്കി മദ്ഹബ് പ്രകാരം പിന്നെ നിക്കാഹ് സഹീഹ ആവണമെങ്കിൽ, ഒരു മിനിറ്റ്, അത് മാലിക്കത്ത് അദ്വാർക്കാൻ മാലിക്ക മദ്ഹബിൽ നിക്കാഹിന്റെ റുക്കുനുകൾ 5 മാലിക്ക മദ്ഹബിൽ നിക്കാഹിന്റെ റുക്കുനുകൾ 5. ഒന്ന് വലിയ വേണം. പിന്നെ രണ്ടാമത്തെ മഹർ അപ്പൊ കൊടുത്തോണമെന്നില്ല, എന്നാ മഹർ ഉണ്ടായാൽ മതി. മഹർ അത് നിക്കാഹിന്റെ സമയത്ത് ഒഴിവാക്കി പോകണമെന്നില്ല, മഹർ കൊടുക്കണം. പിന്നെ അത് നിക്കാഹിൽ അത് പറയൽ നിബന്ധനയില്ല. മൂന്നാമത്തെ സൗജ് ഭർത്താവേ, 4 സൗജത്ത് പെണ്ണ്, അവ 4ആയില്ലേ. പിന്നെ 5 സീഗ, എന്റെ മകളാണ് ഞാൻ കെട്ടിച്ചെന്ന്. സാക്ഷിയോട് മാലിക്കി മദ്ഹബിൽ നിക്കാഹിന്റെ റുക്നിൽ ഇല്ല. മാലിക്കി മദ്ഹബിലെ നിക്കാഹിന്റെ റുക്ൻ 5 ഒന്ന് ഏതൊക്കെയാണ്? ഒന്ന് പെണ്ണിന്റെ വലിയ, പിന്നെ ഒന്ന് പുതിയാപ്പള, ഒന്ന് പുതിയണ്ണ്, അവ 3ആയി അല്ലേ. 4 മഹർ, 5 നിക്കാഹിന്റെ സീഗ, എന്റെ മകളെ നിനക്ക് ഞാൻ നിക്കാഹ് ചെയ്തു തന്നു എന്നറിഞ്ഞു അവൻ. ഞാനത് സ്വീകരിച്ചു എന്ന് അവനും പറഞ്ഞു. അപ്പൊ എന്തായി ഇവിടെ? നിക്കാഹ് സഹിയായിട്ടുണ്ട്. നിക്കാഹ് സഹിയാണ്, സാക്ഷികൾ വേണ്ട. സാക്ഷി ജിമാഇന്റെ മുമ്പായിട്ട് സാക്ഷിനെ ഹാജരാക്കണം എന്നാ മാലിക്കി മദ്ഹബ്. ഈ നിക്കാഹ് സഹിഹാവാൻ സാക്ഷി വേണ്ട, പക്ഷെ അവന് ജിമാഅ് സഹിഹാവണമെങ്കിൽ എന്ത് വേണം? അത് അനുവദിക്കപ്പെടണമെങ്കിൽ അത് സാക്ഷി വേണം. അപ്പൊ വീട്ടിൽ കൂടുന്നതിന് മുമ്പായിട്ട് സാക്ഷിനെ ഹാജരാക്കിയാൽ മതിയെന്നാ മാലിക്കി മദ്ഹബ്. അപ്പൊ സംസാരിക്കുക, നിക്കാഹ് സഹിയായിട്ടുണ്ട്, സംസാരിക്കുക ചെയ്യാം. അതായിരിക്കാം പക്ഷെ ഇയാൾ പറഞ്ഞത് എനിക്ക് ഉറപ്പില്ല, അതായിരിക്കാം ഒരു പക്ഷേ ഹുദൈ പറഞ്ഞത്. അപ്പൊ ഈ പറഞ്ഞാലേ യാതൊരു ലക്കും ലഗാനവും ഇല്ലാതെ അന്യ സ്ത്രീയോട് ഇങ്ങനെ സംസാരിക്കുക, കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ സംസാരിക്കുക, അതിനേക്കാൾ നല്ലതാണല്ലോ ഏതെങ്കിലും ഒരു മദ്ഹബ് ഇല്ലേ, അത് പറ്റുന്ന സാക്ഷികളില്ലാതെ തന്നെ ഇങ്ങനെ വാപ്പി മരുമാനും കൂടി മാത്രം സിയ അങ്ങോട്ട് കൊണ്ട് കൈമാറി അങ്ങനെ എന്നാൽ സംസാരം അനുവദനീയമാണ് എന്ന് പറയുന്നൊരു മദ്ഹബ് ഉണ്ട് എങ്കിൽ ആ മദ്ഹബ് തഖ്ലീദ് കൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ കുറ്റക്കാരനല്ലല്ലോ. ആദ്യൊരു കാര്യം മനസ്സിലാക്കണം, അല്ലാഹു തആല ഒരു മനുഷ്യനെ ശിക്ഷിക്കൽ എപ്പോഴാ കണ്ട? പറയാൻ അർഹതയുള്ള ഒരു ഇമാമും പറയാത്ത കാര്യം ചെയ്യുമ്പോഴാണ്. ഒരു കാര്യം ഒരു മദ്ഹബ് ഹറാമാക്കി, വേറെ മദ്ഹബ് അനുവദനീയമായി. ആ അനുവദനീയമാണെന്ന മദ്ഹബ് തഖ്ലീദ് ചെയ്തുകൊണ്ടാണ് ഒരാൾ ആ കാര്യം ചെയ്യുന്നതെങ്കിൽ അതിന്റെ പേരിൽ അല്ലാഹു തആല ശിക്ഷിക്കൂല. അവന്റെ സ്വന്തം അഭിപ്രായം അനുസരിച്ച് ഓരോന്ന് കാട്ടിക്കൂട്ടുകയാണ്, എന്നാലും അല്ലാഹു തആല ശിക്ഷിക്കൊള്ളൂ. പറയാൻ അർഹത ഉള്ള ആൾ പറഞ്ഞത് കേട്ടുകൊണ്ടാണ് അവൻ ചെയ്യുന്നത് എങ്കിൽ അതിന്റെ പേരിൽ അല്ലാഹു തആല ശിക്ഷിക്കൂലാണ്. അപ്പൊ ഏതായാലും ശരി, ഇതിപ്പോ ഞാനിപ്പോ ഇയാളെന്താ പറഞ്ഞത് എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടില്ല. അദ്ദേഹത്തോട് ഞാൻ ആ കാര്യം വ്യക്തമായി